നമ്മുടെ ചലച്ചിത്ര താരവും NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി തൃശ്ശൂരിനെ അങ്ങ് എടുത്തു. ഭൂരിപക്ഷം 73,954 എന്നാണ് കാണുന്നത്. നമ്മുടെ 74,004 ഉണ്ട്. ഫൈനൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, 1000ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞു. മാത്രമല്ല അക്കൗണ്ട് തുറന്നു. കുറെ കാലമായിട്ട് BJP അക്കൗണ്ട് തുറക്കാൻ പാടുപെടുകയായിരുന്നു. പക്ഷേ തുറന്നു. കഴിഞ്ഞ 6 മാസമായി സുരേഷ് ഗോപി നേരത്തെ പ്രചരണം തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ കഠിനാധ്വാനം ചെയ്യപ്പെട്ടു. അവിടെ ഇഷ്ടംപോലെ അവിടെ സാമ്പത്തികം ഒഴുകി എന്ന് പറഞ്ഞാൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ അവിടെ പ്രചരണം നടത്തി. അവിടെ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ സമരമായി ഉയർന്നു. കരുവന്നൂരടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്നപ്പോഴേക്കും പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമ നിറഞ്ഞ വ്യക്തിപ്രഭാവം എല്ലാം കൂടി ചേരുമ്പോഴേക്കും അത് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് BJPയുടെ ആദ്യ സീറ്റ്, NDAക്ക് ആദ്യ സീറ്റായി പോവുകയാണ്. അപ്പോൾ LDF UDF 17, LDF 2, NDA 1. ആറ്റിങ്ങലിൽ വി ജോയി കുറച്ചുകൂടി എന്താണ് കംഫർട്ടബിൾ മെജോറിറ്റി മുന്നോട്ട് പോകുന്ന സുരേഷ് ഗോപി ഒരു പൊളിറ്റിക്കൽ സ്റ്റാർ ആയി കഴിഞ്ഞു അല്ലേ? കാരണം ഒരു ചലച്ചിത്ര താരത്തിന്റെ ശോഭിക്കുന്ന യൗവനത്തിന്റെ അപ്പുറം കടന്ന് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെ ഒരു രാഷ്ട്രീയ നേതാവായി ഉദയം ചെയ്തു കഴിഞ്ഞു. ആ പിറവി നമ്മൾ കാണുന്നു. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ല, അപ്പോ ജയിച്ച ഒരാളെന്ന് വലിയ പരിഗണന മാത്രമല്ല കേരളം മുഴുവൻ NDAക്ക് ഒരാളേ ഉള്ളൂ, അത് സുരേഷ് ഗോപിയിൽ മാത്രം. ഇനി പല വിസ്മയങ്ങളും നടക്കും. സർക്കാർ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ കേന്ദ്രമന്ത്രിയാ ഉറപ്പായും. ഉറപ്പ്, നല്ല വകുപ്പും കിട്ടും അല്ലേ? ആറ്റിങ്ങൽ 1 ലക്ഷം വോട്ട് എണ്ണാനുണ്ട് കേട്ടോ. അപ്പൊ 1 ലക്ഷം എണ്ണ ഉണ്ടല്ലേ? അപ്പൊ ഇനിയും കാര്യങ്ങള് അല്ലെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോ എന്നാലും ഒരു അട്ടിമറിയിലേക്കാണോ അതോ ഒരു ദിശാസൂചികയാണോ ആയിരങ്ങളിലേക്ക് ജോയിയുടെ ഭൂരിപക്ഷം കടന്നതെന്ന് അറിയില്ല. നേരത്തെയൊക്കെ ചെറിയ ഭൂരിപക്ഷമായിരുന്നു. ഒരുപക്ഷെ ജോയി പിടിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാനായോ? വർക്കലയിൽ ബൈ ഇലക്ഷൻ പറയാനായോ? ആയിട്ടില്ല. എന്തായാലും കെ സുധാകരൻ ലീഡ് 1 ലക്ഷം കടന്നു. കണ്ണൂരിൽ കെ സുധാകരൻ 1,635 വോട്ട് ലീഡാണ്. എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നോ കടുത്ത പോരാട്ടമാണെന്നോ ആരൊക്കെയോ പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമല്ല. കെ സുധാകരന്റെ കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ധർമ്മടമടക്കം CPMന്റെ ശക്തി ദുർഗങ്ങളിൽ കോട്ടകളിലൊക്കെ പിടിച്ചടക്കൊണ്ടാണ് കെ സുധാകരൻ അവിടെ കണ്ണൂർ 1 ലക്ഷം അധികത്തിന്റെ വോട്ടിന്റെ ലീഡ് നേടുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും ML അശ്വിനിക്ക് 1,36,266 കിട്ടിയ വോട്ടുകളുടെ എണ്ണമൊക്കെ വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ 2,82,337 വോട്ട് ആണ് കാസർഗോഡ്. എന്ന് പറഞ്ഞാൽ അവിടെയും തരക്കേടില്ലാത്ത ലീഡ് തന്നെയുണ്ട്. കഴിഞ്ഞ തവണത്തെ അനുകൂല സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അകത്തെ പ്രശ്നങ്ങൾ അതിനൊക്കെ അതിജീവിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനിയിപ്പോ രാഷ്ട്രീയ ചർച്ച രാഷ്ട്രീയാകാംക്ഷ ഡൽഹിയിലേക്ക് തന്നെയാണ്. അവിടെ അധികാര കസേര നിർമ്മിക്കാൻ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. പല വഴിക്കതായി കാണുന്നത്. ഇത് വയനാടല്ലേ അതോ ഡൽഹിയാണോ? വയനാടാണല്ലേ? വയനാടാണ്. കേരളത്തിലെ വയനാടാണെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഇന്ദിരാഭവൻ KPCC ആസ്ഥാനത്താണ് രാഹുൽ ഗാന്ധി. അവിടെ പാലഭിഷേകം ഇവിടെ AM ആരിഫ് പറയുന്നു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചേർത്തലയിൽ പ്രതീക്ഷിച്ചതിന്റെ അടുത്ത് വോട്ടെത്തിയിട്ടില്ല. കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെ വോട്ടുകൾ NDAക്ക് പോയി എന്ന് ആരിഫ് പറയുന്നു. അപ്പോൾ അത് പരിശോധിക്കുമെന്നാണ് ആരിഫ് പറയുന്നത്. അപ്പോൾ അത് വരാനിരിക്കുന്ന ദിവസം ആലപ്പുഴയിലെ CPMൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു തുടക്കം ആരിഫ് അവിടെ കുറിച്ചിട്ടുണ്ട്. ഉറപ്പായും ആരിഫിന് കോൺഗ്രസുകാരും പറഞ്ഞാൽ മതി. ആരിഫിന് ഇടതുമുന്നണിയുടെ വോട്ടുകൾ NDAയിലേക്ക് പോയി എന്ന് പറയണമെങ്കിൽ ആരിഫിനുള്ള അമർഷമുണ്ട് എന്ന് പറഞ്ഞാൽ അടക്കമുള്ള സ്ഥാനം 3ാം സ്ഥാനത്തേക്ക് പോകുന്ന പാർട്ടി വോട്ടുകൾ പോയി. പാർട്ടി വോട്ടുകൾ ആരിഫിനോട് കിട്ടിയിട്ടില്ല. പാർട്ടി സംവിധാനം ആരിഫിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന വ്യാപകമായ പരാതി നമ്മളവിടെ പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർ നമ്മളോട് പറയുന്ന സാഹചര്യം ആരാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും എന്തായാലും അങ്ങനെ ആ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ആലപ്പുഴയിൽ. അത് എന്തായാലും ഇതുവരെ ഇല്ലാത്തൊരു പരാജയം. ആരിഫ് ഇന്നേ വരെ ഒരു ഇലക്ഷനിൽ മുനിസിപ്പൽ ഇലക്ഷൻ അടക്കം തോറ്റിട്ടില്ല. ഇതുവരെ ആദ്യമായി ആരിഫ് തോൽക്കുന്നത് ഒരു ബൂത്തിൽ പോലും മുന്നിൽ വരാൻ കഴിയാത്ത രീതിയിൽ ആരിഫ് തോൽക്കുകയാണ് അവിടെ. അത് പാർട്ടിയിൽ പ്രവർത്തനരാഹിത്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാലേ മനസ്സിലാവൂ. വർഗീയ ശക്തികൾ കൂടുതൽ വോട്ട് പിടിച്ചതിനെ പറ്റി പാർട്ടി ഗൗരവം പരിശോധിക്കുമെന്നൊക്കെ ആരിഫ് പറയുന്നുണ്ടെങ്കിലും അത് പുറത്തുള്ള ചർച്ചയുള്ളതിനേക്കാൾ അകത്തേക്കുള്ള പാർട്ടിക്കുള്ളിൽ എന്തുകൊണ്ട് ആരിഫ് ആ രീതിയിൽ തോക്കാനിടയായി, എന്തുകൊണ്ട് ഒരുപക്ഷെ പാർട്ടി വോട്ടുകൾ അനുഭാവി വോട്ടുകൾ ആരിഫിന് കിട്ടിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗൗരവമായ ചർച്ച ഉണ്ടാകുമെന്നല്ല. ആറ്റിങ്ങൽ ഇതുവരെ എണ്ണിയത് 8,64,739 വോട്ടാണ്. ഇനി 1 ലക്ഷത്തിൽ താഴെ വോട്ട് അവിടെ എണ്ണാനുണ്ട്. അപ്പോഴും ഈ 2,000-4,000 ലെവലിൽ നിൽക്കുകയാണ്. അപ്പോ എന്ത് സംഭവിക്കാം. അപ്പോൾ ഇനി ഏത് മേഖലയാണ് എണ്ണാനുള്ളത്, അവിടുത്തെ മറ്റു സാധ്യതകൾ കൂടി പരിശോധിച്ചാലേ നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയും. അല്ല വിജയകുമാർ, ഡൽഹിയിലാണ് ഇപ്പം അവിടെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. നിതീഷ് കുമാറിനെ രണ്ടുപേരും കാണുന്നു. നിതീഷ് കുമാറിനെ BJPയും കാണുന്നുണ്ട്.
ഇന്ത്യ സഖ്യം കാണുന്നുണ്ട്. ശരത് പവാർ എന്ന് പറയുന്ന മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ അനുഭവപരിചയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുമായിട്ട് നിതീഷ് കുമാറുമായിട്ടും മമതയുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നാളെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗമുണ്ട്. ഇന്നിപ്പോ ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഒരു അനൗപചാരിക ചർച്ചയുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എരിപരി കൊണ്ട് ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. നിതീഷ് കുമാറിന് പൊന്നും വില, ചന്ദ്രബാബു നായിഡുവിന്റെ പൊന്നും വില, ചെറിയ കക്ഷികൾ അപ്പോൾ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കുന്ന ദിശ നിർണ്ണയിക്കുന്ന ഇടക്കാലത്ത് നിന്ന ഒറ്റക്കക്ഷി ഭരണം എന്തൊക്കെ നാഴികക്കല്ലുകളാണ് ഇവിടെ പുതുതായിട്ട് കുറിക്കപ്പെടുന്നത്. 2014 മുതൽ ഏതാണ്ട് ഏകകക്ഷി ഭരണത്തിലേക്ക് വീണ്ടും തിരികെ വരുന്നു. അപ്പോ കൂട്ടുകക്ഷി സർക്കാർ ഇനി ഉണ്ടാവില്ല എന്ന് BJP പറഞ്ഞെടുത്ത് വീണ്ടും ഒരു കൂട്ടുകക്ഷി സർക്കാർ. ചെറുകക്ഷികളെയൊക്കെ പോയി കാണുന്നു അങ്ങോട്ട്. ഇതുവരെ മോദിയെ കാണാൻ വന്നിരുന്നവരെ മോദി കാണാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ എന്താണ് ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ മാറ്റി നിർത്തിയിരുന്നതാണ്. അപ്പൊ ആ നായിഡുവിനെ കാണാൻ പോകുന്നു. അധികാരം പ്രധാനമാണ്. അപ്പോൾ ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഈ ചെറുകക്ഷികളുടെ മുഴുവൻ സഹായം വേണം. അവരുടെ വിലപേശലിന് വഴങ്ങണം, വിട്ടുവീഴ്ച ചെയ്യണം. അതൊക്കെ നരേന്ദ്രമോദി, അമിത്ഷാ അങ്ങനെ അവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. എന്തായാലും ആര് ഭരിച്ചാലും രാജ്യത്ത് ജനാധിപത്യത്തിന്റെ സന്തോഷ വാർത്ത, രാജ്യത്തൊരു പ്രതിപക്ഷം ഉണ്ടാകും. അപ്പുറമാണെങ്കിലും ഇപ്പുറമാണെങ്കിലും കരുത്തുറ്റ പ്രതിപക്ഷം ഉണ്ടാകും. വഴിവിട്ട പോക്കുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിവുള്ള കരുത്തുറ്റ പ്രതിപക്ഷമുണ്ട് എന്നുള്ളത് തന്നെ ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന ആശ്വാസം അങ്ങേയറ്റമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.